യുദാസിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇതെന്തൊരു പോക്കാവൂ. ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യാൻ പോയി കാര്യം സാധിച്ച പെട്ടെന്ന് വന്നു. അതിന് എന്തിനാ നോക്കിയിരിക്കണ? എന്തിനാ? അടുക്കളയിൽ വെള്ളമുണ്ട്, ചായപ്പൊടിയുണ്ട്, പാത്രമുണ്ട്, ഇട്ട് കുടിക്കണം. കട്ടനെന്ന് പറഞ്ഞത് തങ്കം ചേട്ടത്തി തന്നെ ഇട്ട് തന്നെ. അമ്മ ഇത് തന്നെ പറഞ്ഞോണ്ട് അവിടെ ഇരിപ്പുണ്ട്. അമ്മ ഉണ്ടോ? അമ്മയുണ്ട്. അക്കൂടെ വരുന്ന എന്തൊക്കെ പറയുന്നു. എന്ത് കിട്ടിയ 22,000 രൂപ. ഞാൻ പറഞ്ഞ 2,000 വായ്പ ഇല്ല, തരില്ല. ചായ വേണമെങ്കിൽ തരാൻ വാ. പൈസ കിട്ടുമ്പോ താനി സ്ത്രീ തന്നെ. അതെ, ദോശ തിരിച്ചിരുന്ന പോലെ അങ്ങനെയുള്ളു. ചായ വേണോ നിനക്ക്? വേണ്ട, എന്നാ പൊക്കോ. പല്ലളയിൽ പോകുന്നുള്ള മേടിച്ചിട്ടാണ് മുറുക്ക് കൂത്ത് കഴിക്കുന്നത്. അങ്ങ് പോട്ടെന്ന് നോക്ക്. വരുമ്പോ എന്തിനാ നമുക്ക് പല്ലളയിൽ പോകുന്നതിനെ കനകം വെച്ച് കൊണ്ട് ഒരു സ്വർണ്ണപ്പല്ലി ഒപ്പിക്കാം. ആൾക്കാരെ കടമാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടോ? അതൊന്നും അവിടെ പോയി അല്ല മോനോടെ കാലം ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ചായ കുടിക്കടാ. അവൻ രാവിലെ ചായ കുടിച്ചിട്ടില്ല. ഇന്നല്ലേടാ പൈസ കിട്ടിയത്. മേടിക്കാടെ തക്കൂടെ ഓണത്തിന് മുമ്പ് മേടിച്ചാ പോരേടാ. എന്താ സംഭവം? ഓണക്കോടി ഇപ്പൊ തന്നെ എടുത്തു കൊടുക്കണോന്ന്. കൊച്ചുങ്ങളല്ലേടി, അവർക്ക് ഓണം വരാൻ അവര് കാത്തിരിക്കുക. ഓണം വരാൻ കാത്തിരിക്കുന്നു. കുഞ്ഞല്ലേ വീട്ടാ വെച്ചപ്പോ അമ്മയ്ക്കാണ്ട് ഈ വീതിക്ക് കറയുള്ള ഒരു സാരി മേടിച്ചു കൊടുക്കണമെന്ന് അങ്ങനെ ചേട്ടത്തി പറഞ്ഞേക്കുന്നത്. ഈ വയസ്സാം കാലത്ത് എനിക്ക് എന്തിനാടാ ഓണക്കോടിയൊക്കെ? കഴിഞ്ഞ വർഷം വാങ്ങിച്ചത് ഇപ്പോഴും അതുപോലെ അവിടെ ഇരിക്കുക. എന്തായാലും അമ്മയ്ക്ക് മേടിക്കണോന്നാ പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തോ കാര്യം സാധിച്ചെടുക്കാറുണ്ട്. അതാണ് ഇപ്പൊ ഒരു സാരി സോപ്പിടിയില്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അമ്മായിനെ ഒന്ന് സോപ്പിടറാ. അമ്മായിയമ്മേനെ ഇതേപോലെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാ പാവത്തിന്. അങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടട്ടെ. റോസ്മേരുടെ അമ്മച്ചിക്ക് ഫസ്റ്റ് അവളുടെ 10 അമ്മ ചേരുന്നാണ് അവരെന്ന് പറയുന്നത്. ഒരു മഹാമൂസാട്ട. എനിക്ക് അവരെ കണ്ണെടുത്ത കണ്ടു. പിന്നെ നിനക്ക് നിന്റെ ഭാര്യയെ കണ്ടുകൂടാ, പിന്നെ അല്ലേ ആ പാവത്തിന്. ഈ കാർഡ് എടുക്കാൻ ആ ശശിയെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടാ. പറച്ചില് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരാൾ ഈ വഴിക്ക് കിട്ടണ്ടേ? അവന് മാസത്തില് 30 ദിവസമാണ് 35 ദിവസം ജോലിയാ. പിന്നെ അങ്ങനെ ക്ലീറ്റോൻ ഒരു മുണ്ടെടുത്തിട്ട് അതങ്ങ് 2 കിളകളച്ചാൽ പോരാവുന്നതേ ഉള്ളൂ. ഹലോ അറിയാം. ഒരാളുടെ ജോലി ആ ശമ്പളം അവന്റെ പറ്റിപ്പോഴപ്പോൾ നമ്മളായിട്ട് എന്തിനാ? അവന് വല്ലതും ചില്ലറ കിട്ടിക്കോട്ടെ. ആ ചെറുക്കൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞേ, അവൻ സൗകര്യം തരുന്നില്ല. ഓണക്കോടി എടുക്കാൻ പോണം. ഓണ ഫണ്ട് കിട്ടിയപ്പോൾ മുതൽ പറയണതാ. പോവാന്ന് പറയാം. നാളെ ഉച്ച കഴിഞ്ഞിട്ട് പോവാം. അത് പറഞ്ഞിട്ട് കേൾക്കണ്ടേ? അത് അവനോട് പറഞ്ഞാൽ മതി. ഇത് ഉരച്ചൊരച്ച് അവസാനം അത് വിളക്കില്ലാതാവും. അയ്യോ, എനിക്കറിയാൻ പാടില്ലാത്ത കാര്യം. വിളക്കൊക്കെ ഉരക്കണത് ഇതെന്ത് കഴിവ് തുടച്ച് എവിടെ കത്തിക്കാൻ? ഓണമല്ലേ? അങ്ങനെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ഈ വിളക്കെല്ലാം കത്തിച്ച് ഇതൊക്കെ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് വീട്ടിൽ. അങ്ങനെ പെണ്ണുങ്ങൾക്ക് മടിയല്ലേ? പിന്നെ നിങ്ങൾ വന്നിട്ട് എല്ലാ പ്രാവശ്യം പള്ളി പോവല്ലേ? ഞായറാഴ്ച ദിവസം പള്ളി പോകാറില്ലല്ലോ. അതെന്താ? പക്ഷെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. ഹലോ, നാളെയാണ് നറുക്കെടുപ്പ് നാളെ. ഒരു പക്ഷേ നാളത്തെ ഭാഗ്യ പെണ്ണുങ്ങളായിരിക്കും. കിടന്നൊരു മുന്നോട്ട് വരും. നറുക്കെടുപ്പ് നാളെ ലോട്ടറി ഓണം ബമ്പർ സമ്മാനം എത്രയാണെന്നറിയാം? 25 കോടി രൂപ. ഞാൻ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോ അവിടെ ഇങ്ങനെ ഒരു അപ്പച്ചൻ വന്നു. പക്ഷെ എൻ്റെ 500 രൂപ എടുക്കാനില്ല. അവിടെ ഞാൻ എടുത്തില്ല. ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ 21 കോടീശ്വരന്മാരെയാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. 1ാം സമ്മാനം 25 കോടിയും 20 പേർക്ക് 1 കോടി രൂപ 2ാം സമ്മാനം. നമുക്ക് അതെങ്കിലും അടിച്ചാൽ മതിയായിരുന്നല്ലേ? നമുക്ക് 1ാം സമ്മാനം അടിക്കും എന്നെൻ്റെ മനസ്സിലൊരു തോന്നൽ. സത്യം, ഇന്നലെ ഞാനിങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോഴേ എനിക്ക് എവിടുന്നോ ഇച്ചിരി പൈസ വരാണ്ടെന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ. പക്ഷെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കാരും പൈസ തരാനില്ല. അങ്ങനെ എഴുതപ്പോൾ ആണ് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ മഹാബലി തമ്പുരാനെ അങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ്, എടാ ഓണം ബമ്പർ എടുത്തോ, നിനക്കാണ് ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന്. ചിലപ്പം നമ്മളെ കഷ്ടപ്പാട് ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞിട്ടേ ഭാഗ്യദേവത കടാക്ഷിച്ചാലോ.
എന്തായാലും സൂക്ഷിച്ചു വെക്ക്. സൂക്ഷിച്ചു വെച്ചേക്കാം, മടക്കണ്ട. ഇങ്ങനെ ഒരു മാസം കാത്തിരിക്കണം. അടുത്ത മാസം 9-ാം തീയതിയാണ് നറുക്കെടുപ്പ്. നന്നായി ഇതങ്ങോട്ട് വെച്ചേക്ക്. എൻ്റെ ആ ബുക്കൊക്കെ ഇരിക്കണില്ലേ കണക്ക് എഴുതണേ, അവിടെ വെച്ചേക്ക്. ഞാൻ പിന്നെ എടുത്ത് വെച്ചോളാം. മറന്നു പോലും സൂക്ഷിച്ചെടുത്ത് മാറ്റി അതൊക്കെ ഞാൻ വെച്ചോളാം. എടുത്ത് വെച്ചോളാം. 1-2 രൂപയല്ല, 25 കോടിയാണ് വരാനുള്ളത്. എന്ത് ഡാഡി പോയിട്ട് എത്ര നേരമായി ഇതുവരെയായിട്ട് വന്നിട്ടില്ലേ? മണ്ടച്ചാര ഡാഡി നിന്നെ കളിപ്പിച്ച് ഡാഡിയെ അപ്പക്കൂട്ടത്താർ കോഴിക്കോട്ടിനകത്തിട്ട് പൂട്ടി. എവിടെങ്കിലും കൃത്യസമയത്ത് നിന്റെ ഡാഡി വന്നിട്ടുണ്ട്. കൊടങ്ങളക്കാരാ വിട് വിട് വിട്, വണ്ടി വിട്. ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞത്. മിണ്ടാതിരിയടാ അവിടെ, കൊച്ചിനെ കരയിപ്പിക്കാതെ. ക്ലീറ്റോന് ഉറപ്പായിട്ടും പറഞ്ഞാ ക്ലീറ്റോ വരുമെന്ന്. ക്ലീറ്റോ വരൂന്ന് പറഞ്ഞാ വരും. വരും. എന്റെ കൊച്ചിന് നല്ല കോട്ടൊക്കെയുള്ള ഉടുപ്പാണോ അതോ നമുക്ക് ഓണത്തിന് ഇടാനുള്ളത് മേടിക്കാം അല്ലേ? എങ്ങനത്തെ വേണ്ടേ കുഞ്ഞിന്? എങ്ങനത്തെ വേണ്ടേ? ഇങ്ങനെ ഇങ്ങനെ കുത്തുകുത്തുള്ളതൊക്കെ മേടിച്ചാലോ നമുക്ക്? അതാണ് ഇഷ്ടം. ഇതേപോലുള്ള പൂവടി, ഇതാ ഇപ്പത്തെ ട്രെൻഡ്. അതേപോലത്തെ ഒന്നുമല്ല. എന്റെ കൊച്ചിന് ഞാൻ ഓണത്തിന്റെ ഷർട്ട് എടുക്കാൻ പോയത്. ഷർട്ടിന്റെ സൈസ് അറിയാലോ, 50. മറക്കല്ലേ. നിനക്ക് തുണി എടുത്തിട്ട് വരാടാ, തയ്പ്പിച്ചാലോ നമുക്ക്? അതല്ല, റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും 50. ഇപ്പൊ 56 ഇഞ്ച് വരെ കിട്ടുന്ന വലിയ കടകളുണ്ട്. നോക്കാം. ചേച്ചിയല്ലേ വരുന്നത്? ഒരുങ്ങിട്ട് ഉമ്മറത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. ഇതെന്തോന്ന്? എവിടെ നിന്റെ മറ്റോൻ? സംസാരിക്കണം. നീ ആവശ്യമില്ലാതെ എന്റെ നിലയ്ക്ക് കയറാൻ പറ്റരുത്. എന്നോട് സംസാരിച്ചു, നീ എന്തിനാ എന്റെ നിലയ്ക്ക് എന്താ ചേച്ചി എന്തിനാ കിടന്ന് ചാടുന്നത്? ക്ലീറ്റോന്റെ കാര്യമാണെങ്കിൽ ക്ലീറ്റോ പുറത്തുണ്ട്. അതിന് ഇവിടെ മനുഷ്യൻ ചത്തൊന്നും നിപ്പില്ലല്ലോ, മര്യാദക്ക് ചോദിച്ചാ പോരെ? രണ്ടുപേരും കൂടെ ഒത്തോട്ടുള്ള കളിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. കെട്ടിയാലുണ്ടല്ലോ 10,000 രൂപ എന്റെ മോക്ക് ജോലി മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ, മേടിച്ചു മാസം 2ആയി. നിങ്ങളെ പൈസ മേടിച്ചതാണോ നിങ്ങൾ പറയുന്നത്? എവിടെ ജോലി മേടിച്ചു കൊടുക്കാന്ന്? എവിടാന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ചേച്ചി കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കേ. ഇവിടെ എല്ലാവരും ആരും ഒളിച്ചോടിയൊന്നും പോയിട്ടില്ലല്ലോ. നിങ്ങളോട് ക്ലീറ്റോ പൈസ മേടിച്ചു, ശരി സമ്മതിച്ചു. ക്ലീറ്റോനോട് പോയി ചോദിക്കണം. ചേച്ചി ഇങ്ങോട്ട് വന്നേന്തി. ക്ലീറ്റോനോട് ചോദിക്കാൻ എവിടെ കണ്ടിട്ടാ? ഞാൻ എത്ര ദിവസമായിട്ടല്ലേ തിരക്ക് നടക്കുക, എവിടെയും ഇല്ല. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. അല്ല, വീട്ടിൽ പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന ഒരു മര്യാദ വേണ്ടേ? അത് വേണ്ടേ? അല്ല, ചന്ത വരുന്ന പോലെ ചാടിക്കയറി പൈസ തരാനുണ്ട്, കാര്യം ശരി തന്നെ. അത് ചോദിക്കുന്നൊരു മര്യാദയുണ്ട്. അതല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ക്ലീറ്റോന് എന്നോട് ചോദിച്ചിട്ടാണോ പൈസ കൊടുത്തത്? പിന്നെ വീട്ടിൽ ഇരിക്കുന്നോടെല്ലാം അങ്ങ് ചോദിച്ചും പറഞ്ഞിട്ടാണോ കാശ് കൊടുക്കുന്നത്? അപ്പൊ നഷ്ടം വന്നെങ്കിൽ നിങ്ങൾ അങ്ങ് സഹിച്ചോളണം. ഇവിടെ വന്ന് കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. കാശ് കൊടുത്താലേ മേടിക്കാനും എനിക്കറിയാം. ഇന്ന് കാശും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോത്തുള്ളൂ. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. സെക്രട്ടേറിയറ്റ് പഠിക്കോ? പാർട്ടി ഓഫീസിലെങ്ങാനും പോയി നോക്ക്, അവിടെ ഉണ്ടാവും ക്ലീറ്റോ. ഒരു പാർട്ടി ഓഫീസിലും പോകുന്നില്ല. എവിടെ ഒളിച്ചിരുന്നാലും രാത്രി ഇങ്ങോട്ടേക്ക് വരുമല്ലോ. ഇവിടെ ഇരിക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കിടക്കാം. എന്തായാലും ഇത് കാച്ചിട്ടാണ് പോകുന്ന പരിപാടി. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ, സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കും. ചേച്ചി ഒന്ന് ചെല്ല അങ്ങോട്ട്. ഇവിടെ നിന്നിട്ട് 10 പേരെ അറിയിച്ചിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? ഇവിടെ പൈസ ഇരിപ്പില്ല. നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടിട്ട് പൈസ കൊടുത്തപ്പോ ഇവിടെ ഞങ്ങളോട് ആലോചിച്ചിട്ടാണ് കൊടുത്തേ? ആണോ? ആലോചിച്ചിട്ടല്ല കൊടുത്തത്, ഞാൻ കൊടുത്തു പോയി. പക്ഷെ ഇയാൾ മുങ്ങി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? 20,000 രൂപ മുങ്ങി നടക്കേണ്ട എന്റെ മച്ചപ്പിക്ക് ആവശ്യമില്ല. നിന്റെ മച്ചപ്പി ഇങ്ങോട്ട് വരട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ചുമ്മാതെ കിടന്നോട് ചേലക്കാതെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. കാശ് കിട്ടിയാ പോകത്തുള്ളൂ. മേടിച്ചോണ്ട് പോകും. എന്താ ചെയ്യും? മേടിച്ചോണ്ട് പോകും. എന്തോ കാണിക്കാൻ പോണ്ടേ? നിങ്ങൾ എന്ത് കാണിക്കുന്നത്? അങ്ങനെ എടുത്തു വിട് വിട്, നീ വിട്. തുണി വാങ്ങിക്കാൻ പോകുന്നു. ഈ ചോദിക്കാതെ ആലോചിക്കാതെ എത്രയുണ്ട്? 20,000. എത്രയുണ്ട്? നേരത്തെ തന്നാ പോരായിരുന്നു. വല്ല കാര്യമുണ്ട്. അത് ഓണത്തിന് കൊച്ചിന് തുണികൾ വാങ്ങിക്കാനായിട്ട് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. നിങ്ങളെ കെട്ടിയെടുക്കാൻ കൊണ്ടുപോ. നീ കാശ് മേടിച്ചിട്ട് ഇങ്ങനത്തെ വർത്താനം പറയരുത് കേട്ടോ. ഞാൻ വെറുതെ ഒന്നും അല്ലല്ലോ ഈ കാശ് ഇങ്ങോട്ട് തന്നതാണോ? ഞാൻ എണ്ണി കൊടുത്തിട്ടാ എന്നെ അങ്ങോട്ട് വാങ്ങിച്ചോണം കൊടുത്തോരെന്ന്. അതാ വേണ്ടിയത്. വീട്ടിൽ കയറി പെണ്ണുങ്ങളെ എന്നെ എനിക്ക് കിട്ടിയല്ലോ. കിട്ടാനുള്ളത് ഈ വലിയ വർത്താനം മറ്റേ പൊക്കോ മണത്താനം ഞങ്ങളുടെ അടുത്തൊന്നും കാണിക്കണ്ട. പേടിച്ചാ തങ്കച്ചേട്ടത്തി എന്തോ പണിയാ കാണിച്ചത്. അമ്മൂടുപ്പ് മേടിച്ച് തരാം കേട്ടോ. എന്തോ ഏതാന്ന് കിട്ടുന്ന ആൾക്കാർ ഈ പൈസ എടുത്ത് കൊടുത്ത് എന്തിനാണ്? പിന്നെ അവര് ധൈര്യമായിട്ട് ഇവിടെ വന്ന് കയറുമോ? പൈസ കൊടുക്കാനില്ലെങ്കിൽ അവരെന്ത് ധൈര്യത്തിൽ ഈ വീട്ടിലോട്ട് വരും? നിന്റെ മച്ചമ്പയല്ലേ?
കൊറേ നേരം അതിലെ തുണി മാറാൻ അകത്തോട്ട് കയറി പോയിട്ട് ഇടിഞ്ഞ് താഴത്തോട്ട് പോയോ? ഇതുവരെ മാറി കഴിയാതിരിക്കാനായിട്ട് സാരി ഒന്നല്ലല്ലോ ചുറ്റിക്കൊണ്ട് പോയി. ഇങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട്. വെള്ളം വെള്ളിട്ട് ഇറങ്ങിക്കോളും ആ വെള്ളയുടെ മഹത്വം കൂടി കളയാനായിട്ട്. സ്വന്തമായിട്ട് എന്തോ ഉണ്ട് നിങ്ങൾക്ക്? ഒരു മീശയും വരച്ച് കണ്ണടയും വെച്ച് ഇറങ്ങിക്കോളും. നിക്കറും കൂടി ബാക്കിയുള്ള മേടിച്ചു തന്നാ ഇടും. ഇങ്ങോട്ട് വരെങ്കിൽ ഞാൻ വരും കേട്ടോ അങ്ങോട്ട്. എന്താ നിങ്ങക്ക് പറയാനുള്ളത്? ഇത്രയും നാളായല്ലോ ക്ലീറ്റോ, ഇത്രയും നാളായില്ലേ ആ കുടുംബശ്രീയിൽ ആ ഓണഫണ്ട് കൂടാൻ തുടങ്ങിയപ്പോ നിങ്ങൾ എന്താ പറഞ്ഞത്? അതിന്റെ ആവശ്യം എന്താ ഉള്ളേന്ന്. ഇതുവരെ ആഴ്ചയിൽ ഒരു 100 രൂപയെങ്കിലും നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ? അതിനകത്ത് അടയ്ക്കാൻ ചോദിക്കുമ്പോ തന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഞാൻ പൈസ തന്നു. എപ്പോ തന്ന്? തന്നല്ല, നീ എന്റെ ഡയറിയിൽ നിന്ന് എടുത്തു. എത്ര രൂപ? ഓർക്കണം, നീ മറന്നു. ഇത് തന്നെ ഒരു 40 രൂപ നീ എടുത്തില്ലേ? 40 കുണുമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ 20,000 രൂപ ഞാൻ മുടക്കിയിട്ട് നിൽക്കുന്നത്. ആണോ? അത് പിന്നെ നീ എന്തിനിപ്പോ ചോദിച്ചോണ്ട് പൈസ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആരാണ് ശരിക്കും? PSCയിലെ ചെയർമാനാ? നാട്ടുകാർക്കൊക്കെ ജോലി മേടിച്ചു കൊടുക്കാനായിട്ട് വായിലെ പല്ല് പോവാറായി. ഇതുവരെ ഒരു ജോലി സ്വന്തമായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നാട്ടുകാർക്ക് ജോലി ഒപ്പിച്ചു കൊടുക്കാൻ പോകുന്നു. തങ്കം, നീ അതിന്റെ സത്യാവസ്ഥ അറിയാതെ പറയല്ലേ. ഞാൻ എല്ലാം ശരിയാക്കി സംസാരിച്ച് വെച്ച് അപ്പോഴേക്കാണ് ആ പഞ്ചായത്ത് സെക്രട്ടറി അയാൾ സ്ഥലം മാറിപ്പോയത്. എന്തിനു പറയണതാ നിങ്ങള്? നോണ പറയണ. നീ നോണ പറയാൻ വേണ്ടി വാ തുറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പല്ലടിച്ച് ഞാൻ താഴ്ത്തിടും. ഞാൻ സത്യം പറഞ്ഞോ? ആ പൈസ എന്ത് ചെയ്ത്? സത്യം പറ ക്ലീറ്റോ, ആ പൈസ എന്ത് ചെയ്ത്? വാതുറക്കല്ലെന്ന് നീയല്ലേ പറഞ്ഞത്, പിന്നെ പല്ലടിച്ച് താഴെ. തങ്കം, ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പൈസ കൊടുത്തു. അയാൾ പൈസ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് സ്ഥലം മാറ്റം വന്ന് അയാൾ എൻ്റെ അടുത്തൊരു വാക്കത് പറഞ്ഞില്ല. അയാൾക്ക് പോവുകയും ചെയ്തു. അല്ലെങ്കിൽ എല്ലാം ശരിയായിരുന്നല്ലേ? സത്യം. എന്തേ എന്തേ പൂന്ന് കാണിക്കണത്? പൈസ TT എടുക്കേണ്ടി വരും. സൂചി ഇഞ്ചക്ഷൻ എടുക്കണം. സൂചിയല്ല, ഞാനുണ്ടല്ലോ കത്തി ഞാൻ കയറ്റും. ഞാൻ സൂചിക്ക് പകരം എന്റെ പൈസ, ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു കിട്ടണം. അത് എവിടുന്ന് കൊണ്ടുതരും? എവിടുന്ന് കൊണ്ടുതരും എന്ന് എനിക്കറിയണ്ട. എനിക്ക് എന്റെ പൈസ 20,000 രൂപ ഇവിടെ കൊണ്ട് തന്നിരിക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഓണത്തിന്റെ അന്ന് സദ്യ ഞാൻ വെക്കും. ഓണസദ്യ ആയിരിക്കില്ല, പക്ഷെ നിങ്ങളുടെ 16 അടിയന്തരത്തിന്റെ സദ്യ ആയിരിക്കും. ശ്രീനാഥേ, ഞാൻ വോയിസ് ഇടണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു അത്യാവശ്യം ഒരു 10,000 രൂപ ഒന്നും എനിക്കൊന്ന് ഗൂഗിൾ പേ ചെയ്ത് തരണം. മോളുടെ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 2 ദിവസത്തിനകത്ത് തിരിച്ചെടുക്കാം കേട്ടോ? നാസറേ, അറിയാ, എനിക്കൊരു 5,000 രൂപ ഒരു അത്യാവശ്യമുണ്ട്. നമുക്കൊരു 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാം. ഗൂഗിൾ പേ ഇട്ടേക്കണം കേട്ടോ, പ്ലീസ്. അത്യാവശ്യമാണേ. ഷാജ, എനിക്കൊരു 3,000 രൂപ ഒന്ന് ഗൂഗിൾ പേ ഇടാമോ? ഒരു ചെറിയൊരു അത്യാവശ്യം ഒന്ന് കിട്ടിയാൽ വളരെ, നമുക്കൊരു 2 ദിവസത്തിനകത്ത് തിരിച്ചെടുക്കാം. രാജേഷ്, എനിക്കൊരു 2,000 രൂപ ഒന്ന് ഗൂഗിൾ പേ ഇടുമോ? ചെറിയൊരു അത്യാവശ്യം. നമുക്കൊരു 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെടുക്കാം. 15. എന്തോന്നാടാ ക്ലീറ്റസേ നീ കാണിക്കുന്നത്? അല്ല, നീ എന്തൊക്കെയാ നീ കാട്ടിക്കൂട്ടുന്നത്? ആ സരള വന്ന് എന്തുമാത്രം അഴിഞ്ഞാടിയിട്ടാണ് പോയെന്ന് എനിക്കറിയാമോ? അമ്മ, ഞാൻ പറ്റിക്കാനോ ചതിക്കാനോ വേണ്ടി അല്ല ചെയ്തത്. സത്യമായിട്ട് ഞാൻ അവർക്ക് ജോലി ശരിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അപ്പോഴത്തേക്കല്ലേ ആ ഉദ്യോഗസ്ഥ സ്ഥലം മാറി പോയത്. സ്ഥലം മാറി പോവാതിരിക്കായിട്ട് പിന്നെ തങ്കമാണ് ആ പൈസ അവൾക്ക് തിരിച്ചു കൊടുത്തത്, അറിയാമോ? ആ പൈസ നീ അങ്ങ് തങ്കത്തിന് തിരിച്ചു കൊടുത്തേരെ. അമ്മ, സത്യമായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പൈസ ഞാൻ ആ ഉദ്യോഗസ്ഥന് കൊടുത്ത പൈസ വാങ്ങിച്ചിട്ടാണ് അയാൾ ഇവിടുന്ന് സ്ഥലം മാറിപ്പോയത്. ആ ദുഷ്ട എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞില്ല അമ്മ. ഞാൻ അല്ലാതെ അതിൽ നിന്ന് 1 രൂപ എടുത്തിട്ടിരുന്ന ആരെങ്കിലും പോലും ഒരു കാര്യം ചെയ്യേ, എന്നാൽ ആരുടെ എന്തെങ്കിലും തിരിച്ചാ മറിച്ച തങ്കത്തിന് ആ പൈസ കൊടുക്ക്. ഞാൻ ഇപ്പൊ കുറേ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആരെങ്കിലും തന്നാ ഞാൻ കൊടുക്കാം. വേണ്ട, ആ കൊച്ചു തക്കുടും ഉണ്ടല്ലോ, എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയാമോ? പുതിയ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. അതിന് വേണ്ടിയിട്ടാണ്. നോക്കാം അമ്മ, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. ഓണമൊക്കെ ആയതുകൊണ്ടേ എല്ലാവരും പൈസകൾ ഓരോ ആവശ്യങ്ങൾക്ക് ചിലവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ നോക്കാം. നോക്കണേടാ മക്കളെ. മച്ചപ്പി, ഒരു കോളത്തിട്ടുണ്ട്. പൈസ അറിയാം. എന്തോ പറ. മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കും. 20,000 ഒന്നും കിട്ടത്തില്ല, ഒരു 4-5 രൂപ ഒപ്പിച്ചെടുക്കാം. അല്ലേ, അറിയത്തെ?
ഇനിയില്ല, ആവർത്തിക്കത്തില്ല. ഇല്ല ഉച്ചവരക്ക് ഞാൻ തീർക്കത്തില്ല. ഇല്ല, അത് ചോരയായി പോയി. എരുതി എന്നെ ഒഴിക്കാൻ വന്നിട്ട് മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട്. ഒരാണി കൊണ്ടട്ടെ. എന്തൊരു വിഷമം? നമ്മുടെ ഇത് അടിയല്ലോ കൊണ്ടാ പിന്നെ പറ എന്നോട്. റൊണാൾഡോ എടുത്തോട്ടെ, എന്താ കാര്യം? ഓണത്തിന് വാങ്ങിക്കാൻ പോണേ സുബ്ബായിട്ടോണ്ട് സ്കൂളിൽ പോവാന്ന് വിചാരിച്ചതാ. ഇന്നലെയും വാങ്ങിക്കാൻ പറ്റിയില്ല, ഇന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. അല്ലാതെ ഇന്ന് മേടിക്കുമല്ലോ. ഇന്ന് മച്ചമ്പി വരുമ്പോ മേടിച്ചോണ്ട് വരും. മേടിക്കും ശരിക്കും. പിന്നെ ഓണത്തിന് അത് ആർക്കും മേടിച്ചില്ല, തക്കൂടിന് മേടിക്കത്തില്ല. അല്ല റൊണാൾഡോ മേടിച്ചു. പിന്നെ അവരെന്നോട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു, തക്കൂടിന് 2-3 കളർ കുർത്തി എടുക്കണമെന്നൊക്കെ. അതാകുമ്പോൾ പുതിയ ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടാം. കറക്കത്തില്ലേ? ഇവര് വീണ്ടും വഴക്കിനുള്ള വരാൻ തോന്നുന്നല്ലോ. അങ്ങനെ ഇന്നെൻ്റെ ഇന്ന് മേടിച്ചോണ്ടേ പോത്തുള്ളൂ. തകച്ചേട്ടത്തി, തകച്ചേട്ടത്തി. എന്ത്? എന്തിന്? ചക്കരക്കുട്ടനൊന്നും ഇല്ല ഇവിടെ. ഇങ്ങോട്ട് വായോ. ഇനി എന്താ നിങ്ങക്ക് വേണ്ടത്? അയ്യോ ഒന്നുമില്ല. ദേ കാശ് കൊണ്ട് പിടിച്ചേ. ഓ പിടിക്ക്. തന്ന കാശ് തന്നെ. ഞാൻ തന്ന കാശോ? ഓ എനിക്ക് തരാനുള്ള കാശേ ക്ലീറ്റോ സാർ എന്റെ വീട്ടിൽ കൊണ്ട് തന്നതായത്. പിടിക്കാൻ അങ്ങോട്ട്. ക്ലീറ്റോയോ? ഓ പിടിക്കാനേ അങ്ങോട്ട്. സന്തോഷായോ? നിങ്ങക്കപ്പം മാന്യായിട്ട് സംസാരിക്കാൻ അറിയാല്ലേ? അയ്യോ ഇന്നലെ ക്ലീറ്റോ സാറെന്നല്ലല്ലോ പറഞ്ഞത്. അതെനിക്ക് ഇന്നലെ ദേഷ്യം വന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ തങ്കം. സോറിയടാ. സോറി. ആയി വരുന്നതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ സോറി പറഞ്ഞാൽ തീരുമോ? ഞങ്ങളുടെ പാവം അമ്മേനെ പിടിച്ച് ഉന്തി. പോട്ടെ കേട്ടോ അമ്മേ. അറിയാൻ വയ്യാത്ത തക്കടുവേ. ഹാപ്പി ഓണം. പറഞ്ഞേ ഒരു ഹാപ്പി ഇല്ല. പോട്ടെ. വിഷമിച്ച് നിൽക്കുകയാണോ? പിന്നെ ഞാൻ പോണു. പോട്ടെ. വണ്ടി എടുക്കടാ. മച്ചമ്പി വേറെ വീട്ടിൽ ചെന്ന് കൊണ്ട് കൊടുത്തെന്ന് പൈസ കൊടുത്തു. ഞാൻ പറഞ്ഞായിരുന്നു. ഹാപ്പി ആയ തക്കടു സെറ്റ്. അപ്പൊ ഇനി ഓണക്കോടി എടുക്കാപ്പാ കേട്ടാ. പാവം ക്ലീറ്റോയോ ആരുടെ ഇന്ന് മേടിച്ചതാണാവോ? ഇന്നലെ ഞാൻ അത്രയും ഇട്ട് ഉപദ്രവിച്ചതിന് ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ മേടിച്ചിട്ട് വന്നോന്ന് പറഞ്ഞു. അല്ല ഞങ്ങള് കൊടങ്ങാളെ കുടുംബക്കാർക്ക് പൈസക്ക് വെച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരെ ചതിച്ച ചരിത്രമൊന്നുമില്ല. മൊത്തം ഉണ്ടോ? പെണ്ണുമ്പോൾ ആറ്റ സാധനം ഉണ്ട്. പാവം എടാ ഫോണൊന്നും എടുത്തേടാ. ക്ലീറ്റോനൊന്നും വിളിക്കട്ടെടാ. വീട്ടിലേക്കൊന്ന് വരാമോ? ഏൽപ്പിച്ചിട്ട് ഒന്നും അറിയാത്തവരോടുള്ള വരവുണ്ട്. വിഷമം ഉണ്ടാവും. ഇന്നലെ അത്രയും ഇതായതല്ലേ. ക്ലീറ്റോ എന്നോട് ദേഷ്യമുണ്ടോ ക്ലീറ്റോന്? എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടിയൊന്നും ക്ലീറ്റോ ചെയ്യണ്ടായിരുന്നു. ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച്? ഒന്നും അറിയാനുള്ള നിപ്പുണ്ട്. ഞാൻ അങ്ങനെ ക്ലീറ്റോ തരാൻ വേണ്ടിയിട്ടൊന്നും അല്ല പറഞ്ഞത്. എന്തായാലും പൈസ കിട്ടിയല്ലോ. അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കാം. നമുക്ക് പോയിട്ട് ഉടുപ്പൊക്കെ എടുക്കാൻ ക്ലീറ്റോ. ഞാനും വരുന്നു. എന്നാ വാ, നമുക്ക് റെഡി ആയിട്ട് വരാം. എന്നാ ഞങ്ങളൊന്ന് റെഡി ആയിട്ട് വരട്ടെ. ക്ലീറ്റോന് ഉടുപ്പൊന്നും മാറണ്ടല്ലോ. എന്നാ ഇവിടെ നിന്ന് വാ. ഓടി വാ, ഓടി വാ. പോയി മേലൊക്കെ കഴിയിട്ട് നമുക്ക്. ക്ലീറ്റോ, നീ എന്തോന്ന് ആലോചിക്കുന്നത്? പൈസ എങ്ങനെ ഒത്തന്നല്ലേ? ഞാൻ രാവിലെ പൈസ സരളയുടെ വീട്ടിൽ കൊടുത്തിട്ട് പ്രത്യേകം പറഞ്ഞ് ക്ലീറ്റസ് നിന്നെ കൊണ്ട് ഏൽപ്പിച്ചതാണെന്ന് പറയണം. ഇവിടെ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ അങ്ങനെ പറയണമെന്ന് പ്രത്യേകം പറഞ്ഞ് എന്തായാലും നിന്റെ മാനം ഞാൻ കാത്തു. മതിയല്ലോ. എൻ്റെ കൊച്ചേ കുടുംബശ്രീയിലും സുലുവിൻ്റെയും അവിടെ എവിടെയും ചെട്ടിയും പാട്ടവും കെട്ടി ഉണ്ടാക്കിയ പൈസയാണ്. അറിയാമോ നിനക്ക്?
വിഷമം തീർന്നല്ലോ. നീ പിന്നെ ഈ പാത്തും പതുങ്ങിയും ഒളിച്ചും പാത്തും ഒക്കെ കണ്ണും വെട്ടിച്ച് നടക്കണ്ട. നല്ലൊരു ഓണമായിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഞാൻ. അറിയാമോ? ആ അയ്യോ എന്തായാലും അമ്മ ഇങ്ങനെ ചെയ്തു ഞാൻ വിചാരിച്ചില്ല. അമ്മയുടെ മോനേക്കാളും എന്നെ ഇത്രയും സ്നേഹിക്കല്ലേ അമ്മ. എനിക്ക് പിറക്കാതെ പോയ എൻ്റെ അമ്മ അല്ല അമ്മയ്ക്ക് പ്രസവിക്കാൻ പറ്റാതെ പോയ മോനാണ് ഞാൻ. അയ്യോ തന്നെടാ തന്നെ. ഇനി നിന്റെ സോപ്പൊന്നും എൻ്റെ അടുത്ത് പതയത്തില്ലടാ ക്ലീറ്റസേ. നിന്റെ പരിപ്പ് എൻ്റെ അടുപ്പിൽ ഇനി വേവത്തതുമില്ല. മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഈ പൈസ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടില്ല. എപ്പോഴത്തെ പോലെ അല്ല. ഞാൻ തിരിച്ചു തരും അമ്മ. അയ്യോ വേണ്ട. എടാ മാസം തോറും പെൻഷൻ വാങ്ങിക്കുന്നതിന്റെ ഒരു വിഹിതം ഞാൻ നിനക്ക് തരത്തില്ലായിരുന്ന 5000 രൂപ വെച്ച്. അതിന് 4 മാസം നിനക്ക് ഞാൻ തരുന്നില്ല. ആ അമ്മ Audience